അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേക്കി ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മളെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ നമ്മളെ എപ്പോഴും സഹായിക്കും. അപ്പോൾ റേക്കി എന്ന് പറഞ്ഞ ഹീലിംഗ് അറ്റ്ലീസ്റ്റ് ഫോർ യുവർ സെൽഫ് പ്ലീസ് ലേൺ. സ്വന്തമായിട്ട് സന്തോഷമായിട്ടിരിക്കാനെങ്കിലും റേക്കി നിങ്ങൾ പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. റേക്കി ഫസ്റ്റ് ലെവല് പഠിച്ച് ഒരു 21 ദിവസമെങ്കിലും കഴിയാതെ നമുക്ക് സെക്കൻഡ് ലെവൽ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള എങ്കിലും ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്, സാധിക്കുമെങ്കിൽ റേക്കി ഹീലിംഗ് പഠിക്കണം. അതുപോലെ തന്നെ ആർട്ട് ഓഫ് വിഷ്വലൈസേഷൻ നമ്മളെ ഒത്തിരി സഹായിക്കും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് എൻ്റെ പൂച്ച 6th ഫ്ലോറിൽ നിന്ന് താഴത്തേക്ക് വീണു. ഞങ്ങളുടെ ബിൽഡിങ്ങിന് താഴെ എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് എൻ്റെ ബാൽക്കണിയിൽ നിന്ന് അവന് സാധാരണ അങ്ങനെ മിസ്റ്റേക്ക് അവന് വരാറില്ല. പക്ഷെ അന്ന് അവനങ്ങനെ അവൻ്റെ ഫെയ്റ്റ് കൊണ്ട് അങ്ങനെ പറ്റി അവന് മുറിവെല്ലാം സംഭവിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്തത്, എൻ്റെ മകൻ കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങൾക്ക് കൂടെ കളിക്കാൻ എൻ്റെ പൂച്ചക്കുട്ടി എൻ്റെ കൂടെ ഉണ്ടാവുന്നു. ആ ഒരു ഫെയ്ത്തും ഈശ്വരനുള്ള വിശ്വാസവും ഡോക്ടേഴ്സ് പോലും അല്ലേ, ഡോക്ടർമാരൊക്കെ ശരിക്കും ദൈവം പോലെ തന്നെയായിരുന്നു, ദൈവം തന്നെയാണ്. അങ്ങനെ എൻ്റെ പൂച്ച രക്ഷപ്പെട്ടു. അപ്പോൾ ആർട്ട് ഓഫ് വിഷ്വലൈസേഷൻ ക്യാൻ ഹെൽപ്പ് എനിവൺ. നമ്മളും നല്ലത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് എപ്പോഴും നല്ലത് വരുമെന്ന് പ്രതീക്ഷിക്കുക. സംസാരിക്കുമ്പോഴും നല്ലത് വരുമെന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് തന്നെ ആൻസർ പറയണം. അതേസമയം ഒരിക്കലും നെഗറ്റീവായിട്ട് ആക്ച്വലി എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ അങ്ങനെയൊന്നും സംശയിക്കാൻ തന്നെ പാടില്ല. എന്നെക്കൊണ്ട് പറ്റും എന്ന് അങ്ങ് പറഞ്ഞേക്കുക. അപ്പം ഇനിയിപ്പോൾ അതിന് ശേഷം പിന്നെ പറ്റിയില്ലെങ്കിൽ അത് അന്നേരം നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയുന്ന പറഞ്ഞ് പെട്ടെന്ന് പറയാൻ കാര്യം എന്നാന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ സ്റ്റോറേജിൻ്റെ പ്രശ്നം. ഇത് സാംസങ് എന്തോ ഒരു ഫോണാണ്, പക്ഷേ അതിൻ്റെ ക്യാമറ നല്ലതാണ്. പക്ഷേ ഇതിന് എന്താ പറയുക SD കാർഡ് ഇടാനുള്ള സൗകര്യം ഇതിനകത്തില്ല. പിന്നെ എന്താ പറയുക, ഞാൻ ഇഷ്ടംപോലെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും സ്റ്റോറേജ് നിറഞ്ഞിരിക്കും.